അസ്സലാമലൈക്കും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു, എനിക്ക് പേഴ്സണൽ മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ കണ്ടു. എന്ത് പറ്റി, എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ, മുന്നാച്ചിന്നു പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. മുന്നാച്ചിന്നു പിരിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ വിഷയങ്ങൾ, മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത്. കേരളക്കര കാത്തിരുന്ന ആ ഒരു വാർത്ത വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ ഇൻസ്റ്റ ഒന്ന് തുറന്നു നോക്കി. അതിൽ സംഭവം കുഴപ്പമൊന്നുമില്ല, ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നേരെ ഗബ്രിൻ്റെ ഇൻസ്റ്റ തുറന്നു നോക്കി. അത്ഭുതം, ഒന്നും കാണാനില്ല. ജാസ്മിനൊപ്പമുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാനില്ല. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവണില്ല. കേരളക്കാരെങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന് തീരുമാനമാകാതെ. ഒന്ന് പോയടെ ചങ്ങന്മാരവിടെ നിന്ന് അല്ല ആനക്കാരാണോ. ജാസ്മിൻ ജാഫറും ഗബ്രിയും പിരിയ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിന് ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്താ? ഇത് തീരുമാനമായിട്ട് വേണം പെരേക്കുള്ള അരിയും പഞ്ചസാരയൊക്കെ മേടിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ. ഓരോരോ കേസുകൾ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഇതൊന്നും ആദ്യം അത്ര അധികം നീളം പോകില്ലെന്ന് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ എന്തൊക്കെയായിരുന്നു ഞങ്ങൾ തേനും പഞ്ചസാരയും പോലെ ഞങ്ങൾ എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് ഒരു റോൾ മോഡൽസാണ്. എന്തൊക്കെ എനിക്ക് ഓനെ പിരിയാൻ പറ്റില്ല, ഓനക്ക് ഇന്നെ പിരിയാൻ പറ്റില്ല, ഓൻ അതാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ എന്തൊക്കെയായിരുന്നു. അതെന്താ അറിയോ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും വരണ്ടാവും. കയ്യിൽ 5 പൈസ അല്ലേ, അല്ല ഇവർക്ക് പൈസ ഇല്ല എന്നല്ല അല്ല പറയണേ, പൈസ ഉണ്ടെങ്കിൽ തന്നെ വില ഉള്ളൂ. അതിപ്പോൾ ജാസ്മിനായാലും ഗബ്രായാലും മയമായാലും ആരായാലും പൈസ ഉണ്ടെങ്കിലേ ആൾക്കാരുടെ ഇടയിൽ വില ഉണ്ടാവുള്ളൂ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു തരണം എന്താ അറിയോ, ജാസ്മിൻ ജാഫറിനോടാണ് പറയാനുള്ളത്, ഈ കഴിച്ചിലായി മോളെ. കാരണം ജാസ്മിൻ ജാഫറിനോടാണ് പറയാനുള്ളത്, അനക്ക് ആദ്യം മുതലേ ഗബ്രി ഒരു മാച്ചില്ലാന്ന്. ഒന്നാമതൊരു മിശ്ര വിവാഹം, അതായത് വേറെ മതത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഗബ്രി. പൊതുവേ പേരൻസിനും കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഒരു ട്രൂ ലവ് ആയതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രേക്കപ്പ് ഇത് റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ജസ്റ്റ് ഒരു കിംവദികൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് പെരുക എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെയാണ്, അല്ലാതെ ഇതൊന്നും ഉറപ്പായില്ല. എന്നാലും പറയാം, ഗബ്രി പോയത് ജാസ്മിനെ അനക്ക് എല്ലാം കൊണ്ടും നന്നായി എന്നേ പറയാനുള്ളൂ. ഈ ഗബ്രിക്ക് കുറച്ച് അഹങ്കാരം ഇല്ലായികയില്ലേന്ന് എനിക്ക് പണ്ടൊരു തോന്നലുണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ഏതോ ഒരു കല്യാണത്തിന് ഈ ഗബ്രി ജാസ്മിന് സാരിയൊക്കെ എടുത്തിട്ടുള്ള ആരെ കല്യാണമൊന്നും അറിയില്ല, ഗബ്രി ഉണ്ടായിരുന്നു. എന്നിട്ട് ഓൻ എന്താ പറഞ്ഞാൽ ജാസ്മിനെ ഒരു സാധനം കഴിച്ചു കണ്ട് ഗബ്രിക്ക് കൊടുത്തു. ഗബ്രി എടുത്തുകൊണ്ട് ഒറ്റ തട്ടലിങ്ങനെ, അത് ആരെ കല്യാണത്തിനാണെന്നൊന്നും ഓർമ്മയില്ല. അപ്പം തന്നെ ഓൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം എത്രത്തോളം ഉണ്ട്. ഇത്രയും ക്യാമറകളുടെ മുമ്പിലാണ് ഇത് നടക്കണമെന്നുള്ളൊരു ബോധം ഓനക്കില്ലേ. അപ്പോൾ അത്രക്കും ജാസ്മിൻ ഓന് ഇതായിട്ട് ഇഷ്ടത്തിലായിട്ട് കണ്ടിട്ടില്ല, ഒരു അഭിനയം ആണ് ഓൻ്റെ ഇഷ്ടം എന്നാണ് അന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തുണ്ടായാലും ഇത് നന്നായി. കാരണം എന്താ പറയുക, ജാസ്മിനെ എനിക്ക് ഗബ്രിനെക്കാട്ട് നല്ല ചെക്കനെ കിട്ടും, ഒരു ഇതുമില്ല. ഗബ്രി പോവുകയാണെങ്കിൽ പോട്ടെ, വേറെ ചെക്കന്മാരെ എനിക്ക് നല്ലൊരു വരനെ കിട്ടും. ഈ ഗബ്രിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കണതൊക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്, മാർച്ചിലാണ് നോക്കാൻ, ആർക്കറിയാം. പക്ഷെ ജാസ്മിനോട് പറയാനുള്ളത്, എല്ലാം കൂടെ നന്നായത് ഈ ഒരു ബ്രേക്കപ്പ്. കാരണം എന്താ പറയുക, ഗബ്രിനെക്കാട്ടും നല്ല ചെക്കന്മാരെ കിട്ടും, അതിൽ യാതൊരു പഞ്ഞുണ്ടാവില്ല. പക്ഷെ എന്താ പറയുക, ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ജാസ്മിൻ്റെ പാരൻസ് ഒരുപാട് പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങൾ അന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കണില്ല. പിന്നെ മതപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അതൊക്കെ വേറെ കാര്യമാണ്. എന്നാലും ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം. പക്ഷേ ഇത് ബ്രേക്കപ്പ് ആയത് സത്യമാണെങ്കിൽ, ഇതൊരു യഥാർത്ഥ ന്യൂസാണെങ്കിൽ ജാസ്മിൻ ഈ രക്ഷപ്പെട്ടു. കാരണം ഗബ്രി കുറച്ച് അഹങ്കാരമുള്ള ഒരാളായിട്ട് തോന്നി. കാരണം പലരും ചിലപ്പോൾ ഗബ്രിനെ താങ്ങും, കാരണം ഗബ്രി കുറച്ച് വെളുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഗബ്രിനെ ആൾക്കാർ താങ്ങും. ഗബ്രി ഇപ്പോൾ കറുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത്ര സപ്പോർട്ട് ഉണ്ടാവില്ല. അത് കേരളത്തിൻ്റെ ഒരു ഇതാണ്. അതിനിപ്പോൾ ആര് കറുത്തവന് 7 അഴക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ. ഇവിടെ കറുപ്പും വെളുപ്പും ഉള്ളത് തന്നെയാണ് ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ ഇനി എന്ത് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിനെ കഴിച്ചില്ലായി മോളെ, അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. നോക്കേ.